അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രഭാതത്തിൽ നമുക്ക് ദൈവവചനത്തിന് ഒരുമിച്ച് നമുക്ക് അല്പസമയം ചെലവഴിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. നമ്മൾ ഇന്നലെ കർത്താവിനെ മറിയ അഭിഷേകം ചെയ്യുന്നതും അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. അവരുടെ ജീവിതത്തിലുണ്ടായ ദൈവപ്രവൃത്തി മുഖാന്തരം അവരുടെ ജീവിതത്തിലുണ്ടായ രൂപാന്തരം എത്രമാത്രം ആഴമുള്ളതായിരുന്നു, അതെങ്ങനെ അവരെ രൂപാന്തരപ്പെടുത്തി മാറ്റി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കാണാനായിട്ട് ഇടയായിത്തീർന്നു. അതിനെ തുടർന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. നമുക്കറിയാം 7-ാം അധ്യായം, 8-ാം അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ അന്നേരം മുതലേ കർത്താവിനെ കൊല്ലാനായിട്ടുള്ളൊരു പദ്ധതി അവർ പദ്ധതിയിടുന്നതായിട്ടും അതിന് ഉള്ള അവസരം നോക്കിയിരിക്കുന്നതായിട്ടും അതിനെപ്പറ്റി അവർ കൂടിയാലോചിക്കുകയും ചെയ്യുകയും തുടർന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, മഹാപുരോഹിതൻ തന്നെ ഒരുവൻ ജനത്തിനു വേണ്ടി മരിക്കുന്നത് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവിനെ എവിടെ കണ്ടാലും എവിടെയാണ് അവൻ താമസിക്കുന്നത് എന്ന് രഹസ്യമായിട്ട് ആ രഹസ്യം പറഞ്ഞു തരണം എന്നൊക്കെ ചിലരെയൊക്കെ ചട്ടം കെട്ടുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് കഴിയും. അതിനൊക്കെ ആൾക്കാരെ നിയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ശിഷ്യന്മാർ തന്നെ നമുക്കറിയാം ഈ ലാസറിനെ ഉയിർപ്പിക്കാനായിട്ട് പോകുന്ന പോക്കിൽ ലാസറിനെ ഉയിർപ്പിക്കാൻ പോവുക എന്ന് പറഞ്ഞപ്പോൾ തോമസിൻ്റെ പ്രതികരണം നമുക്കറിയാം. അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം. കർത്താവേ, ഗുരുവേ, ഓൾറെഡി അവർ നമ്മളെ കല്ലെറിയാനായിട്ട് ഇരിക്കുകയായിരുന്നു, പിന്നെ നമുക്ക് അങ്ങോട്ട് പോകണോ? കാരണം ഓൾറെഡി കാര്യങ്ങളൊക്കെ വഷളായി. ആദ്യത്തെ ദിവസം പോകാമായിരുന്നു, എന്നാൽ പോയില്ല. 4 ദിവസം കഴിഞ്ഞിട്ട് ഇനി കല്ലേറ് കിട്ടുമെന്ന് ഉറപ്പായ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവിടം വരെ പോകണോ എന്ന് പോലും ശിഷ്യന്മാർ സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു കർത്താവ് ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് കടന്നുപോയത് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷമാണ് നിർണായകമായ ആ ലാസറിനെ ഉയർപ്പിക്കുന്നതായിട്ടുള്ള സംഭവം ഉണ്ടാകുകയും അവരന്നേരം വരെ പറഞ്ഞുകൊണ്ടിരുന്ന കുറ്റപ്പെടുത്തലുകളെല്ലാം അതിജീവിച്ച് ലാസർ മരണത്തിൽ നിന്ന് പുറത്തു വന്ന് കല്ലറ വിട്ട് പുറത്തു വന്നവനായിട്ട് നമുക്ക് ലാസറിനെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഇത്തരമൊരു സാഹചര്യത്തിൽ ആണ് കർത്താവ് ഇന്ന് കാണുന്നതായിട്ടുള്ള ഈ ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കർത്താവ് ഇത്രയും ദിവസം പല ആൾക്കാരോട് വ്യക്തിപരമായിട്ടൊക്കെ ഞാനാകുന്നു മശിഹ, ഞാനാണ് ക്രിസ്തു, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മനുഷ്യപുത്രൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാ വ്യക്തികൾക്കും ഒരുമിച്ച് ഒരു നാഷണലായിട്ട് അവരെ ഒരു ദേശം എന്നുള്ള നിലയ്ക്ക് ഒരു ഇസ്രയേൽ രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക്, ഇസ്രയേൽ ജനത എന്നുള്ള നിലയ്ക്ക് അവർക്കെല്ലാം ഒഫീഷ്യലായിട്ട് തന്നെ വെളിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. വളരെ പരസ്യമായിട്ട് എന്ത് തന്നെപ്പറ്റി ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുവോ അത് എക്സാക്റ്റായിട്ട് നിറവേറുന്ന ഒരു നിലയ്ക്ക് നമുക്ക് അത് കാണാനായിട്ട് കഴിയും. അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളിങ്ങനെ പോകുന്നു, അപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കൊമ്പുകളെടുത്ത് ആർക്കുന്നു, കർത്താവ് അത് എൻജോയ് ചെയ്ത് കാണും എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിച്ചു പോകും, അറിയാതെ നമ്മൾ വിചാരിച്ചു പോകും. കാരണം ഇത് എല്ലാവരും ഇങ്ങനെ ആർക്കുകയും പുകഴ്ത്തുകയും ഹോശന്ന പാടുകയും സേവ് മീ നൗ, ഹോശന്ന ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഉള്ളൊരു അനുഭവം നമുക്കറിയാം. ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മിനിഞ്ഞാന്ന് നമ്മൾ ചിന്തിച്ചതുപോലെ പ്രതിഷ്ഠോത്സവം ആചരിക്കാനായിട്ട് യേശു വന്നു. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ കണ്ടു. കാരണം AD BC 165 സംഭവിച്ചതായിട്ടുള്ള ഒരു ഇൻവേഷനെ തുടർന്ന് യഹൂദന്മാരുടെ ആലയം അശുദ്ധമാക്കപ്പെടുകയും പിന്നെ മക്കബായരുടെ നേതൃത്വത്തിൽ അത് പിന്നെയും റിസ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അവസരത്തിലാണ് ഇതുപോലുള്ള ഒരു കുരുത്തോലയൊക്കെ എടുത്ത് ഉള്ള ഒരു വെൽക്കം ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഓർമ്മിപ്പിക്കത്തക്കവണ്ണം ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കൂ, ഈ റോമൻ ആധിപത്യത്തിൽ നിന്നും അവർ ചുമത്തുന്ന എല്ലാ കരിനിയമങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളെ രക്ഷിച്ച് ഇസ്രായേലിന് സ്വാതന്ത്ര്യം തരൂ എന്നുള്ള നിലയിലുള്ള ഒരു കൺസെപ്റ്റിലാണ് അവർ അവിടെ നിന്ന് കർത്താവിനെ പുകഴ്ത്തുന്നത്. സേവ് മീ അസ്, സേവ് അസ് നൗ, ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കൂ, ഞങ്ങളെ ഈ അടിമത്തത്തിൽ നിന്നും മറ്റുള്ള രാഷ്ട്രങ്ങൾ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്നൊക്കെ രക്ഷിക്കൂ എന്നുള്ളൊരു നിലയിൽ അവർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവ് രക്ഷിക്കാൻ വന്നതിൻ്റെ മർമ്മം അവർക്ക് മനസ്സിലായില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവർ പാപിയാണെന്ന് അവരോട് പറയാനും ആ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനാണ് കർത്താവ് കടന്നു വന്നത്. ഒരു വ്യക്തിയുടെ ആന്തരികമായിട്ട് അവൻ്റെ ആത്മാവിലാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം ആദ്യമായിട്ട് തുടങ്ങുന്നതെന്നും ആ
കാര്യം അറിയാൻ കഴിയാതെ അവർ പെട്ടെന്ന് ഇങ്ങനൊരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നത് കാണാം. നമുക്കറിയാം, ഓൾറെഡി പെസഹ പെരുന്നാളിന് വേണ്ടി ആൾക്കാരെല്ലാം അവിടെ വന്നിരുന്നു, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കാറുണ്ട്, ഇന്നത്തെയൊക്കെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തുന്ന പ്രൊസഷൻ പോലെ ആണെങ്കിൽ ആളൊന്നിന് 1000 രൂപയും ഒരു ബിരിയാണിയും കൊടുത്താൽ പോലും ആൾക്കാരെ കിട്ടാനായിട്ട് ഇന്ന് പാടാം. അപ്പോൾ എത്ര പെട്ടെന്നാണ് നാടകീയമായിട്ട് ഈ സംഭവങ്ങൾ അവിടെ നിറവേറിയത്. അതിനുവേണ്ടി ശിഷ്യന്മാരാരെങ്കിലും മുൻകൂട്ടി എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. കർത്താവ് ഒരു കാര്യം മാത്രം മുൻകൂട്ടി ചെയ്തതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് മത്തായിയുടെ കാരണം ഈ പറയപ്പെടുന്ന ദൈവവചന ഭാഗം എല്ലാ 4 ഗോസ്പൽസിലും എഴുതിയേക്കും, 4 സുവിശേഷങ്ങളിലും എഴുതിയിരിക്കുന്ന ഒരു കാര്യമേ. അതുപോലെ പറയപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യം, അങ്ങനെ ചുരുക്കം ചില കാര്യങ്ങളാണ് 4 സുവിശേഷങ്ങളിൽ ഒരുപോലെ പറഞ്ഞേക്കുന്നത്. അവയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവിൻ്റെ ഈ തിയോളജിയൻസ് ഒക്കെ പറയുന്നത് ട്രയംഫൽ എൻട്രി എന്ന, തൻ്റെ വിജയകരമായിട്ടുള്ള ഒരു ഘോഷയാത്ര, യെരുശലേമിലേക്കുള്ള പ്രവേശനം എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ അങ്ങനെ കർത്താവ് അവരുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ഇതിനു മുമ്പ് ചില വർഷങ്ങൾക്ക് മുമ്പ് 100-150 വർഷം മുമ്പ് അവർക്കുണ്ടായ ഒരു അനുഭവം പോലെ തന്നെ ഉള്ളൊരു അനുഭവമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പ്രതീക്ഷയിൽ അവരിയ്ക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ കർത്താവ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പരസ്യമായിട്ട് ആ ഒരു രാഷ്ട്രം തന്നെ തിരിച്ചറിയുന്ന നിലയിൽ ഇത്രയും നേരം ആരോടും പറയരുത്, ആരോടും ഇത് വെളിപ്പെടുത്തരുതെന്നൊക്കെ തൻ സൗഖ്യമാക്കിയ വ്യക്തികളോടൊക്കെ പറഞ്ഞെങ്കിലും എന്തുകൊണ്ടാണ് കർത്താവ് തന്നെ ഇതേ നിലയിലൊരു നാഷണൽ ഇതായിട്ട് വെളിപ്പെടുത്താനുള്ള കാരണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് മനസ്സിലാകും. ഇത് പ്രധാനപ്പെട്ട പല ദൈവവചനത്തിൽ പറയപ്പെട്ട പ്രവചനങ്ങളുടെ ഒരു നിവൃത്തിയാണ് എന്ന് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിങ്ങനെ സംഭവിക്കുക തന്നെ വേണം, ഇത് സംഭവിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജോഷ് പാസ്റ്റർ ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ദാനിയേൽ പ്രവചനം അതിൻ്റെ 9-ാം അധ്യായം 24 മുതൽ 27 വരെ വായിക്കുന്ന 70 ആഴ്ചവട്ടത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. കർത്താവ് ഈ പ്രത്യേക ദിവസം, എനിക്ക് തോന്നുന്നു ഏപ്രിൽ 6 എന്നും കണ്ട ഈ പ്രത്യേകിച്ച് ഉള്ള ഈ ദിവസം ആ കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 1929 ആ ദിവസം ഏപ്രിൽ 6-ാം തീയതി നടക്കുന്ന സംഭവമാണ് എന്നാണ് അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ഇവിടെ 1929 അല്ല, AD 29 ആണോ 30 ഞാനത് എക്സാക്റ്റ് ഓർക്കുന്നില്ല. എന്നാലും ആ സമയത്ത്, അപ്പോൾ 1929 പറഞ്ഞത് ക്ഷമിക്കുക. അപ്പോൾ നോക്കിയാട്ടെ, ഇത് എക്സാക്റ്റ് സംഭവിക്കുന്നത് നമുക്കറിയാം. ഈ ദാനിയേൽ പ്രവചനത്തിൽ പറയപ്പെട്ടിട്ടുള്ള ചില വർഷക്കണക്കുകൾ, 70 ആഴ്ചവട്ടം, അതുപോലെ ചില വർഷക്കണക്കുകളൊക്കെ നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയും. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായതുകൊണ്ടും നമ്മുടെ സമയപരിമിതി കൊണ്ടും ആ ഭാഗം ഞാൻ വിശദമായിട്ട് എടുക്കുന്നില്ല. എന്നാൽ ആ സമയം വെച്ച് നമ്മൾ കണക്ക് കൂട്ടിയാൽ എക്സാക്ട്ലി ആ പറയപ്പെട്ട മശിഹ ഛേദിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്ന അതേ ദിവസമാണ് ഈ നടക്കുന്ന ഈ സംഭവം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവവചനത്തിലെ പ്രവചനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളിപുള്ളി വ്യത്യാസമില്ല. ഇതിന് ഈ കാൽക്കുലേഷനെ പറ്റിയൊക്കെ പല വാദങ്ങളും ആർഗ്യുമെൻറ്റും ഒക്കെ ഉണ്ട്. എന്നാൽ എന്തോ ആർഗ്യുമെൻറ്റും ഇരിക്കട്ടെ, എനിക്ക് അതിവിടെ പറയാനുള്ള ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനത്തിൽ ഇത്ര കൃത്യമായിട്ട് ഒരു കാര്യം പറയപ്പെട്ടത് മുതൽ, അത് നമുക്കറിയാം, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിൻ്റെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോട് യുദ്ധമുണ്ടാകും, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ അറിയാം. അതിൻ്റെ ആ ഒരു ഭാഗം വിവരിച്ച് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത് വിവരിക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, അവിടെ പറഞ്ഞിരിക്കുന്ന ഈ ദിവസക്കണക്കുകൾ അത് ഒരു പ്രത്യേക നിലയിൽ അതിനെ കണക്ക് കൂട്ടി കഴിയുമ്പോൾ എക്സാക്ട്ലി കർത്താവ് ഈ കഴുതക്കുട്ടിപ്പുറത്ത് കയറി യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന അതേ ദിവസമാണ് ഈ പറയപ്പെട്ടിരിക്കുന്ന ദിവസം എന്ന് കണക്കുകളുടെ പിൻബലത്തോടുകൂടെ തന്നെ നമുക്ക് സ്ഥാപിക്കാനായിട്ട് കഴിയും. അപ്പം എനിക്കത് അത്ഭുതം തോന്നുക പലപ്പോഴും. കർത്താവേ,
നിൻ്റെ വചനത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എത്ര അച്ചട്ടായിട്ട്, എത്ര കൃത്യമായിട്ട്, വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ, ഇതൊക്കെ ആരാണ്ടൊക്കെ ഭ്രാന്ത് കയറി ഏതാണ്ടൊക്കെ എഴുതി വെച്ചേച്ച് പോയതാണ് എന്നൊക്കെ ഇതിനെപ്പറ്റി ആരോപിക്കുന്ന വ്യക്തികൾ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിശ്വാസ്യത എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഈ പ്രവചനങ്ങളുടെ ഫുൾഫിൽമെൻറ്റിൽ നിന്ന് നമുക്ക് എക്സാക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ ദാനിയേൽ പ്രവചിച്ച ഈ ദിവസം എക്സാക്റ്റായിട്ട് ഇന്നേ ദിവസം ഫുൾഫിൽ ആകുന്നതായിട്ട് അവിടെ കാണാനായിട്ട് കഴിയും. അതാണ് കർത്താവിൻ്റെ ഈ യാത്രയുടെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ കാര്യം, സഖരിയാ പ്രവചനം 9:9, 10 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് ജഡം ധരിച്ച് ഈ ലോകത്തിലേക്ക് വരുന്നതും അതുപോലെ തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെയൊക്കെ കുറിച്ച് പറയുന്ന ഒരു പ്രവചന ഭാഗമാണല്ലോ സഖരിയാ പ്രവചനം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞേക്കുക, നിന്റെ രാജാവിതാ കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു എന്നുള്ള കാര്യം മത്തായിയുടെ സുവിശേഷത്തിൽ അത് കോട്ട് ചെയ്തിട്ടുമുണ്ട്. നമുക്കറിയാം, ഈ കഴുതയെ കണ്ടുപിടിക്കാൻ തന്നെ പോയ കാര്യം നമുക്ക് മറ്റു സുവിശേഷങ്ങളിൽ നമുക്ക് കാണാം. നിങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയെ കാണും, നിങ്ങൾ അതിനെ അഴിച്ചുകൊണ്ട് വരണം. അതിനെ എന്തിനാണെന്ന് ചോദിക്കുന്നവർ ഇതിന് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ വിടും എന്ന് പറയുകയും, എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് പറയപ്പെട്ടിട്ടില്ല. ഒരു കഴുതക്കുട്ടിയെ കണ്ടിട്ട് അതിനെ പുറത്ത് കയറി എന്ന് മാത്രമാണ് നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ അവരൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി, നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം വായിച്ചിട്ട് സക്കായിയുടെ ഭവനത്തിൽ കടന്നു ചെന്നതിന് ശേഷം അടുത്തത് കാണുന്നത് ദൈവരാജ്യം പെട്ടെന്ന് വരുമെന്ന് അവർ വിചാരിക്കാലും അവർ ചില കാര്യങ്ങൾ ചെയ്തത് അവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അതിൻ്റെ ലൂക്കോസിന്റെ സുവിശേഷം 19-ന്റെ-11-ാം വാക്യം, അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ യെരൂശലേമിന് സമീപിച്ചിരിക്കാലും ദൈവരാജ്യ ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും ചില ഉപമകൾ പറഞ്ഞു. അതിനുശേഷമാണ് ഈ കഴുതക്കുട്ടിയെ പുറത്ത് കയറി വരുന്ന കാര്യം പറയുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട്, അല്ലെങ്കിൽ ഈ ട്രയംഫൽ എൻട്രി അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം അവരൊക്കെ വലിയൊരു ആൻറ്റിസിപ്പേഷനിൽ ഇരിക്കുക. ഇതാ അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഇസ്രയേലിൽ നടക്കുന്നു, പ്രവചനങ്ങളിൽ എഴുതപ്പെട്ടതുപോലെ ഇതാ നടക്കാൻ പോകുന്നു, വലിയൊരു പൊളിറ്റിക്കൽ ലിബറേഷൻ നമുക്കുണ്ടാകാനായിട്ട് പോകുന്നു എന്നുള്ള നിലയിൽ അവർ ആരും അത് പ്രത്യേകിച്ച് അറേഞ്ച് ചെയ്ത ഒരു പരിപാടിയൊന്നുമല്ല. ഇത് കണ്ടപ്പോൾ തന്നെ, ഇത് കേട്ടപ്പോൾ തന്നെ, കർത്താവിൻ്റെ വരവ് കഴുതപ്പൊട്ടി വരുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് യെരൂശലേമിൻ്റെ കിഴക്ക് ഭാഗത്തുനിന്ന് അങ്ങനെയാ കർത്താവ് വന്നത് എന്ന് എസെക്കിയേൽ പ്രവചനത്തിൽ പറഞ്ഞേക്കുന്ന അതിനും കൂടെ ഒരു നിവർത്തി വന്നു എന്ന് പറയുന്ന ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുവാകട്ടെ, അപ്പോൾ ഇത്തരം അനേക പ്രവചനങ്ങളുടെ ഒരു നിവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതും, അതുകൊണ്ട് കർത്താവിനെ ആ പ്രവചനങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നത് പോലെ ഇത്രയും നേരം നീ ഞങ്ങളെ എത്ര ആശിപ്പിക്കുന്നു, പറക എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുന്നോട് പലരും ആവശ്യപ്പെട്ടെങ്കിൽ തന്നെ ഇതൊക്കെ ഈ ഒരു പ്രത്യേക സമയത്ത് കർത്താവ് തന്നെ അവിടെ വെളിപ്പെടുത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ വിചാരിക്കും ഇത് വളരെ എൻജോയ്മെൻ്റ് ഉള്ള ഒരു കാര്യമായിരുന്നു. ഇല്ല, കർത്താവിൻ്റെ ശുശ്രൂഷകളെല്ലാം ആ ക്രൂശിൻ്റെ നിഴലിൽ തന്നെയായിരുന്നു. താൻ എന്തിനു വേണ്ടി ലോകത്ത് വന്നുവെന്നും താൻ എന്തിനു വേണ്ടി ഈ ലോകത്ത് ആയിരിക്കുന്നു എന്നുള്ളതും എക്സാക്റ്റായിട്ട് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് കർത്താവ് ഒരിക്കലും ഏതെങ്കിലും ഒരു കാര്യത്താൽ മിസ്ഗൈഡഡ് ആയിട്ടോ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയിട്ടുള്ള ഒരു പ്രവചനമോ ഒരു പോപ്പുലാരിറ്റി കൂടിയിട്ട് ക്രൂശ് വ്യർത്ഥമായി പോകാനോ ക്രൂശ് മാത്രം അല്ലെങ്കിൽ അങ്ങനെ അത് ഈ കഷ്ടതയും പ്രയാസവും മാത്രം ഉയർത്തിപ്പിടിച്ചിട്ട് ആ ജനത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഏതെങ്കിലും ഒരു ശുശ്രൂഷ കർത്താവ് കർട്ടയിൽ ചെയ്യുകയും കർത്താവ് അത് വെട്ടിച്ചുരുക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളതും നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ കർത്താവ് അവിടെ അവരുടെ മുമ്പിൽ ഈ ചെയ്യുന്നതായിട്ടുള്ള ഈ ശുശ്രൂഷ വളരെ പ്രവചനങ്ങളുടെ ഒരു നിവൃത്തിയാണെന്നും കർത്താവിൻ്റെ നാമത്തിൽ രാജാവായി വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആർത്തു യേശു ഒരു ചെറിയ കഴുതക്കതെ എന്ന് അവിടെ വായിക്കുക. നമുക്കറിയാം ഇത് കണ്ടിട്ട് ഇവർ ദൈവദൂഷണം പറയുന്നത് കാണുന്നില്ലയോ എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോഴാ കർത്താവ് പറഞ്ഞത്, ഇവർ ഇന്ന് ആർത്ത് വിളിച്ചില്ല എങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. ഇത് ഇന്നവിറ്റബിളായിട്ടുള്ള അൺഅവോയ്ഡബിളായിട്ടുള്ള ഒരു കാര്യമാണ് ഈ നടക്കുന്നത്. ഇത് പ്രവചനങ്ങളുടെ നിവർത്തിയാണ്. ഇത് നടന്നില്ലെങ്കിൽ ഈ കല്ലുകൾ ഇവിടുന്ന് ആർത്ത് വിളിച്ച് ഹോസന്ന ദൈവത്തിന് മഹത്വം എന്ന് ആർത്ത് വിളിക്കാൻ തുടങ്ങും. നിങ്ങൾ യഥാർത്ഥമായിട്ട് ഇതിൻ്റെ അർത്ഥം അറിയുന്നില്ല. അർത്ഥം അറിയാതെ അവർ ഈ കൊമ്പുകളൊക്കെ എടുത്ത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ കേവലം പൊളിറ്റിക്കൽ ഡെലിവറൻസ് മാത്രമാണ് അവരുടെ ദൃഷ്ടിയിലിരിക്കുന്നെങ്കിൽ അനേകർക്ക് തലമുറയായിട്ട് ആത്മീയമായിട്ടുള്ളൊരു ഡെലിവറൻസ് ആയി തീരേണ്ട ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്
എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ അവസരത്തിന് കർത്താവ് തന്നെ തന്നെ രാജാവായിട്ടും സമാധാനത്തിനായിട്ട് വരുന്നവനായിട്ടും ഒക്കെ ആ യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്നത് അനേക പ്രവചനങ്ങളുടെ ഫുൾഫിൽമെൻറ്റും ദൈവിക പദ്ധതിയും ദൈവത്തിൻ്റെ മാറാത്ത പദ്ധതിയിൽ നടക്കേണ്ട ഒരു വിഷയമായിട്ടും ഇരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം അതാണ് ഇതിൻ്റെ പ്രത്യേകത. പല കാര്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് നമുക്ക് പറയാനായിട്ടുണ്ട്. അപ്പോൾ തന്നെ ചില ആൾക്കാർ അവിടെ നമ്മൾ പറയുന്നത് നമുക്ക് കാണാം. ലാസറിനെ കല്ലറയിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്ന പുരുഷാരം സാക്ഷ്യം പറഞ്ഞു. അപ്പം തലേദിവസം ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരുഷാരം എല്ലാം പറഞ്ഞു, അതെ, നമ്മൾ ഈ ചെയ്യുന്നതൊന്നും അസ്ഥാനത്തല്ല, അവൻ ഇന്നലെ മരിച്ചവനെ ഉയർപ്പിച്ചത് ഞങ്ങൾ കണ്ടതാണ്. 17-ാം വാക്യം, ഉയർപ്പിച്ചത് ഞങ്ങൾ കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് പുരുഷാരം മുഴുവൻ അവന് എതിരേറ്റ് ചെന്നു എന്ന് പറയുക. അപ്പൊ കൊല്ലാൻ നടക്കുന്ന ആൾക്കാർ ആകെ നിരാശരായിട്ട് നടക്കുക. ഇപ്പം പുരുഷാരം മുഴുവൻ അവരുടെ പുറകെ ആയിപ്പോയല്ലോ, അവൻ്റെ പുറകെ ആയിപ്പോയല്ലോ. അപ്പൊ കർത്താവും അവർ ഇങ്ങനൊക്കെ പദ്ധതി ഇടുന്നെന്ന് അറിഞ്ഞിട്ട് ഒറ്റയ്ക്കുള്ള ഒരു ഗ്രാമത്തിലേക്ക് പിൻവാങ്ങിപ്പോയി എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണ്. എന്നാൽ അതേ വ്യക്തി ഇതാ ബോൾഡായിട്ട് രാജാവായിട്ട് കഴുതക്കുട്ടിപ്പുറത്ത് കയറി എല്ലാ ആൾക്കാരും. അപ്പം നമുക്കറിയാമല്ലോ, കർത്താവ് ഞാൻ ദൈവപുത്രനാണ്, നിങ്ങൾ എന്തിനാ എന്നെ കല്ലെറിയുന്നത്? നിനക്ക് കല്ലെറിയുന്നത് നീ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് ദൈവത്തോട് നിന്നെ തന്നെ സമനാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ കല്ലെറിയുന്നത് എന്ന് പറഞ്ഞ ആ വ്യക്തികൾക്ക് ഈ ജനം മുഴുവൻ ഹോശന്ന, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആർക്കുമ്പോൾ എത്രമാത്രം അവരുടെ ഹൃദയസ്തംഭനം ഉണ്ടായി കാണും. അവരുടെ അനുഭവം എന്തായിരുന്നു? അവർ പല്ലുകടിച്ചു പോയി കാണും. മാത്രമല്ല, കൊല്ലാനാണ് ഭാവിച്ചതെങ്കിൽ ഉടനെ കൊല്ലണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രമാത്രം തീവ്രമായിട്ടുള്ള ഒരു ചില നിലപാടുകളിലേക്ക് അവരെത്തിക്കാണും. കാരണം ഒരിക്കലും സഹിക്കാൻ കഴിയാതെ ആരെ അവർ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നുവോ അവൻ തന്നെ ഇതാ ക്രൗഡ് മുഴുവൻ അവനെ ഏറ്റെടുത്ത് രാജാവായി ഘോഷിച്ച് അവനെ ആനയിക്കുന്നു. അവരുടെ വസ്ത്രങ്ങൾ വിരിച്ച് അവിടെ ആ കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നവന് ഹോശന്ന പാടുന്നു എന്നുള്ളത് കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ വചനം അറിയുന്നവർക്ക്, ദൈവവചനത്തിലെ പ്രവചനങ്ങളുടെ നിവർത്തിയെക്കുറിച്ച് അറിയാവുന്നവർക്ക്, എന്താണ് മശിഹയെക്കുറിച്ചും അവൻ്റെ ജീവിതത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാവുന്നവർക്ക് വിശ്വസിക്കാനും അവനെ ഏറ്റെടുക്കാനും അവനെ മശിഹയായിട്ട് അംഗീകരിച്ച് അവനിൽ വിശ്വസിക്കാനുള്ള സുവർണ അവസരമായിട്ട് തന്നെയാണ് കർത്താവ് അത് വെളിപ്പെടുത്തിയത്. എന്നാൽ അന്ധമായിട്ടുള്ള അവരുടെ കണ്ണുകൾക്കൊന്നും ഈ കർത്താവിനെ കാണാനായിട്ട് കഴിഞ്ഞു. എന്തൊരു ട്രാജഡിയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു ട്രാജഡിയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങളുടെ കാരണം അവർക്ക് ഇങ്ങനൊരു മസിഹ ആവശ്യമില്ല, ഒരു പൊളിറ്റിക്കൽ മസിഹ വേണ്ടിയത്. അവർക്ക് പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന, അവർ പാപത്തിന് അടിമയല്ല എന്ന് അവർ വിചാരിക്കുന്നത്. കർത്താവ് അവരുടെ പാപത്തെ ചൂണ്ടിക്കാണിച്ച് വളരെയധികം പറഞ്ഞെങ്കിലും അവർക്ക് പാപമില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം, തുടർന്ന് നമ്മൾ വായിക്കുന്ന കാര്യമാണ്, ദൂരത്തുനിന്ന് വന്ന ചില ആൾക്കാർ കർത്താവിനെ കാണാനായിട്ട് കടന്നു വന്നു, യവനന്മാർ എന്ന് പറയുന്നു. നമ്മുടെ ഇടയിലുള്ള ചില ദൈവശാസ്ത്രജ്ഞന്മാർ ഈ ഇടയ്ക്ക് യവനന്മാർ എന്നുള്ളതിന് പുതിയ ഡെഫിനിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെയും അവിടെ റൂം ഇട്ടിട്ടുണ്ട്. അപ്പം ഇപ്പം പോകണ്ട, ദയവേത് ആകെ വിരലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോയിട്ട് ഇപ്പം നോക്കണ്ട, ഇച്ചിരി കഴിയുമ്പോൾ നോക്കിയാൽ മതി. യവനന്മാർ അപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ യൂട്യൂബിൽ ഇതൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഈ അറ്റവും വാലും അറിഞ്ഞ് ജനത്തെ പുലിവാല് പിടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ജനത്തെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് നടക്കുന്ന ഓരോരുത്തരുടെ ശ്രമങ്ങളെ ഞാൻ ഇതാക്കുക. യവനന്മാർ എന്ന് പറഞ്ഞേക്കുന്നത് മുഴുവൻ യഹൂദന്മാരായിട്ടുള്ള യവനന്മാരെ കുറിച്ചാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. അതുകൊണ്ട് യവനന്മാർ എന്ന് പറയുന്നത് ഇനിയും ജാതികളോട് സുവിശേഷം അറിയിച്ചെന്ന് നിങ്ങൾ പറയരുത്, മറിച്ച് യവനന്മാർ എന്ന് പറയുമ്പം അത് യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ഇൻ്റർപ്രിട്ടേഷൻ. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് എങ്ങനെ അതൊക്കെ പറയാനായിട്ട് കഴിയും? അപ്പോസ്തല പ്രവർത്തികൾ അതിൻ്റെ 6-ാം അധ്യായം വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആ വ്യാഖ്യാനത്തിന് സമാനമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. കാരണം അവരുടെ ഇടയിൽ എബ്രായ ഭാഷ സംസാരിക്കുന്ന, അരാമ്യ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരും അതുപോലെ തന്നെ ദൂരത്തു നിന്നൊക്കെ വന്നിട്ടുള്ള യഹൂദന്മാരും പെന്തക്കോസ്ത ദിവസം അവിടെ വന്നിരുന്നു. യഹൂദന്മാരുടെ പെരുന്നാളുകൾക്കൊക്കെ ദൂരത്തു നിന്നുള്ള യഹൂദന്മാരും അവിടെ വരിക പതിവായിരുന്നു. അപ്പോൾ അങ്ങനെ യവന ഭാഷ സംസാരിക്കുന്ന ചില യഹൂദന്മാർ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായം വായിക്കുമ്പോൾ ഇവർ തമ്മിലായിരുന്നു, യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരും
എബ്രായ ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ അരാമ്യ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരും തമ്മിലായിരുന്നു അവിടുത്തെ പ്രശ്നമുണ്ടായത്. അങ്ങനെയാണ് 7 പുരുഷന്മാരെ മേശമേൽ ശുശ്രൂഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. അവരുടെ പേര് കേട്ടാൽ തന്നെ അറിയാം അത് എല്ലാ പേരുകളും ഒരു യവനായ ബാക്ക്ഗ്രൗണ്ടിലുള്ള അല്ലെങ്കിൽ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ചില പേരുകളായിരുന്നു എന്നുള്ളതൊക്കെ അറിയാം. എന്നാൽ വചനത്തിൽ പറഞ്ഞേക്കുന്ന എല്ലാ യവനന്മാരും ഇതുപോലെ യവനന്മാരായ യഹൂദന്മാരെന്നാണോ പറഞ്ഞേക്കുന്നത്? അല്ല. ഇപ്പം തിമത്യോസിൻ്റെ അപ്പനെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവൻ യവനനായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം യഹൂദനായ യവനനായിരുന്നു എന്നാണോ അർത്ഥം? അല്ല. അദ്ദേഹം പലപ്പോഴും ഉയർത്തി കാണിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലെ ഭാഗമുണ്ട്. അവിടുത്തെ ഇഷ്യൂ എന്താ? ജാതികൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ ജാതികൾക്ക് ഈ സെറമോണിയലായിട്ടുള്ള ഈ യഹൂദന്മാരുടെ ചില സെറമോണിയലായിട്ടുള്ള കാര്യങ്ങൾ അവർ നിവർത്തിക്കേണ്ടതിന് ആവശ്യമില്ല. അല്ലാതെ അവിടെ പറഞ്ഞേക്കുന്നത് ന്യായപ്രമാണം നീങ്ങിപ്പോയെന്നോ ന്യായപ്രമാണത്തിലുള്ള നീതി നിവർത്തിക്കരുതെന്നോ ഒന്നുമല്ല പറഞ്ഞേക്കുന്നത്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടനുസരിച്ച് നമുക്കറിയാം ന്യായപ്രമാണം നീക്കുവാനല്ല നിവർത്തിക്കാനത്രേ ഞാൻ ലോകത്തിലേക്ക് കടന്നു വന്നത്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ന്യായപ്രമാണത്തിലെ ഒരു വള്ളിയോ പുള്ളിയോ മാറിപ്പോകത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ന്യായപ്രമാണം നമുക്ക് ബാധകമല്ലാതെ ആയിത്തീരുന്നത് എങ്ങനെയാണ്? പലവട്ടം ഇവിടെ പറഞ്ഞത്, ഒരു പ്രാവശ്യം കൂടെ പറയുക. ന്യായപ്രമാണം ഒരു ദൈവവൈതലിന് ബാധകമല്ല എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിലുള്ളതിനേക്കാളും അധികം നീതി അവൻ്റെ ജീവിതത്തിൽ അവന് പരിശുദ്ധാത്മ നിറവിലൂടെ നിവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ന്യായപ്രമാണത്തിൽ പറയുന്നതിനേക്കാൾ അധികം നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ന്യായപ്രമാണം പറയുക പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിന്റെ ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക, നിന്റെ ഉടുപ്പെടുക്കുന്നവന് പുതപ്പും കൂടെ വിട്ടുകൊടുക്കുക എന്നുള്ള പ്രമാണം അനുവർത്തിക്കുന്നവന് ഈ ഒരു നിന്റെ പല്ലിന് പകരം പല്ല് എന്നുള്ള പ്രമാണം ബാധകമല്ല. കാരണം ആ പ്രമാണത്തിൽ പറഞ്ഞതിനേക്കാളും ഉന്നതമായ ദൈവീക നീതി അവൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മ ശക്തിയാൽ നിവർത്തിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ ഒരാൾ പഠിച്ചിരിക്കണം എന്നുള്ളത് 10-ാം ക്ലാസ്സുകാരന് ബാധകമല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ 1-ാം ക്ലാസ്സും പഠിച്ചു, 2-ാം ക്ലാസ്സും പഠിച്ചു, 9-ാം ക്ലാസ്സും പഠിച്ചു, 10-ാം ക്ലാസ്സും പഠിച്ചു. എന്നിട്ടാണ് പറയുന്നത് 1-ാം ക്ലാസ്സിലെ കാര്യം പാസ്സായോ ഇല്ലയോ എന്നുള്ളതിൽ ബാധകമല്ല എന്ന് പറഞ്ഞാൽ അത് 1-ാം ക്ലാസ് പാസ്സാകാതെ 10-ാം ക്ലാസ്സിൽ എത്തി എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് 10-ാം ക്ലാസ്സിൽ എത്തിയത് ഈ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും അതിന് ഉപരിയായിട്ടുള്ളതെല്ലാം പഠിച്ചിട്ടാണ് ഈ 10-ാം ക്ലാസ് പാസ്സായേക്കുന്നത്. അവനോട് പിന്നെ പ്രത്യേകിച്ച് 1-ാം ക്ലാസ് പാസ്സായോ അത് നീ അവിടെ ഇരുന്നോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് പോലാണ് നമുക്ക് ന്യായപ്രമാണം ബാധകമല്ല എന്ന് പറയുന്നത്. അല്ലാതെ ന്യായപ്രമാണം ഇനി വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ആ പറഞ്ഞേക്കുന്നത് എന്ന് അറിയാം. അതിനോട് ചേർന്ന് തന്നെ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്. കാരണം ദൂതന്മാരെ സംരക്ഷണം ചെയ്യാനല്ലല്ലോ, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യാനാണല്ലോ കർത്താവ് കടന്നു വന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യം ഈ അബ്രഹാമിൻ്റെ സന്തതി ആരാണെന്ന് റോമർക്ക് എഴുതുന്ന ലേഖനം 4-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ വിശ്വസിക്കുന്ന യഹൂദന്മാർക്ക് മാത്രമല്ല ജാതികൾക്കും കൂടെ ഈ നീതി ലഭിക്കേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞിട്ട് അബ്രഹാമിൻ്റെ വിശ്വാസമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അബ്രഹാമിൻ്റെ മക്കളാണ് എന്നുള്ള ഒരു വിഷയം അബ്രഹാമിന് ജഡത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അബ്രഹാമിന് പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പ് തന്നെ അവനുണ്ടായിരുന്ന വിശ്വാസനീതിയെ പിന്തുടരുന്നവരായ ജാതികൾ എന്ന് പ്രത്യേകിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇത്തരം ഭാഗങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് അബ്രഹാമിൻ്റെ മക്കളാരാ, അതുപോലെ തന്നെ ഈ പറഞ്ഞേക്കുന്ന യവനന്മാർ എന്ന് പറഞ്ഞത് ആരാ? യവനന്മാർ എന്ന് പറഞ്ഞത് യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർ എന്നുള്ള നിലയിൽ ചില ഭാഗങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്, അത് ഉള്ളത് തന്നെയാണ്. അതേസമയം വചനത്തിൽ പറഞ്ഞേക്കുന്ന യവനന്മാർ മുഴുവൻ യഹൂദന്മാരാണെന്നല്ല ഇതിൻ്റെ അർത്ഥം. അങ്ങനെ പറയുമ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടത് തീരുകയാണ്, മനുഷ്യനെ പൊട്ടനാക്കുന്ന പരിപാടിയാണ്. ഇതൊക്കെ ഏതോ വലിയൊരു കണ്ടുപിടിച്ചതുപോലാണ് അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് പാട്ട് പാടുന്നതും അദ്ദേഹം അതിന് ചിരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ വലിയ വിജയശ്രീലാളിതനായിട്ട് ആരെയൊക്കെയോ മലത്തിയടിച്ച ഒരു ഭാവത്തിലാണ് അദ്ദേഹം അത് ചെയ്യുന്നെങ്കിലും അദ്ദേഹം അത് വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം അതിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യം. അപ്പോൾ അതൊന്നും കേട്ട് നമ്മൾ ഭാരപ്പെടേണ്ട ഒരു വിഷയമില്ല. കാരണം ഇതിലൊക്കെ നടക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിയാണ്. നമുക്കറിയാമല്ലോ, ഇവിടെ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള കാര്യം ഈ പെരുന്നാളിൽ യവനന്മാർ ചിലർ ഉണ്ടായിരുന്നു എന്ന് ജോഷ് പാസ്റ്റർ അതിലെ പശ്ചാത്തലം പറഞ്ഞല്ലോ. കാരണം ഈ യവനന്മാർ യഹൂദന്മാരുടെ ഈ സെറമോണിയലായിട്ടുള്ള പരിച്ഛേദനയും അതുപോലുള്ള ചില കാര്യങ്ങളും ഒക്കെ അനുഷ്ഠിക്കാനായിട്ട് തയ്യാറല്ല. എന്നാൽ അവർക്ക് ഈ ആലയത്തിൽ വരുന്നതും നമസ്കരിക്കുന്നതും ഒക്കെ അവർക്ക് ഇഷ്ടമാണ്. ഇവിടെ കടന്നു വന്ന് യഹൂദന്മാരുടെ ഈ ഏകദൈവ വിശ്വാസവും അവരുടെ ചില പ്രത്യേകതകളും ഒക്കെ അവർക്ക് ഇഷ്ടമാണ്.
എന്നാൽ അവരുടെ ഈ നാഷണാലിറ്റിയും അതുപോലുള്ള അവരുടെ മറ്റു ചില കാര്യങ്ങൾ, പരിച്ഛേദന, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് അവർക്ക് ഇഷ്ടമല്ല. അപ്പം ഇതുപോലുള്ള സെറമോണിയലായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് കീഴ്പ്പെടാതെ നിന്നുകൊണ്ട് തന്നെ യഹൂദ വിശ്വാസത്തെ സ്നേഹിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്തിരുന്ന ഒത്തിരി പേര് യഹൂദന്മാരല്ലാത്ത വ്യക്തികളുണ്ടായിരുന്നു. അപ്പോൾ അവരും ഇതുപോലുള്ള വലിയ വലിയ ഫംഗ്ഷനും പെരുമാളിനും ഒക്കെ കടന്നു വരുന്നത് സ്വാഭാവികമായിരുന്നു. അപ്പോൾ അവർ കടന്നു വരുമ്പോൾ അവർക്ക് വലിയൊരു ആഗ്രഹം ഈ യേശുവിനെ ഒന്ന് കാണണം. മാത്രമല്ല നമുക്ക് അവിടെ കാണാം, ഫിലിപ്പോസ് എന്ന് പറയുമ്പം ഏകദേശം ഗ്രീക്ക് പശ്ചാത്തലത്തിലുള്ള ഒരു പേരായി ഈ ഫിലിപ്പോസ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലും അതിൻ്റെ 7-ാം അധ്യായത്തിലും നമ്മൾ 6-ാം അധ്യായത്തിൽ തിരഞ്ഞെടുത്ത കൂട്ടത്തിലും ഒരു ഫിലിപ്പോസ് ഉണ്ടായിരുന്നു. അപ്പം ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു അദ്ദേഹം അന്ത്രയോസിൻ്റെ അടുത്ത് ചെന്നു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചേർന്ന് കർത്താവിൻ്റെ അടുത്ത് എന്ന് പറയുക, കർത്താവ് ഇതുപോലെ നിന്നെ കാണാനായിട്ട് ആൾക്കാർ വന്നിരിക്കുന്നു. അപ്പം തൻ്റെ പ്രശസ്തി വ്യാപിച്ച് 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 ലോകത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇപ്പം യവനന്മാരും തന്നെ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ അന്ത്യനാഴികകൾ, അന്ത്യനിമിഷങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പം കർത്താവ് തൊട്ട് താഴെ വായിക്കുന്ന മരണവേദന പോലെ തൻ്റെ ഹൃദയമായിരിക്കുന്ന ഒരു അനുഭവം ഒക്കെ വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ കർത്താവ് അവരോട് പറയുന്നത്, ഈ നമുക്ക് എപ്പോഴും കർത്താവിൻ്റെ പാറ്റേൺ, ഈ ശുശ്രൂഷയിലുള്ള കർത്താവിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് നമുക്കുള്ള കുറച്ച് മാനുഷികമായ കഴിവുകളെയൊക്കെ വർദ്ധിപ്പിച്ച് 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 അതിനെ ഇങ്ങനെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ നമ്മൾ വളരെ പ്രസംഗിക്കുന്നു, നമ്മുടെ ശുശ്രൂഷ കൊണ്ട് വളരെ അങ്ങനെ ആകുന്നു ഇങ്ങനെ ആകുന്നു, നമ്മുടെ ഇലക്വൻസ് കൊണ്ടും നമ്മുടെ ഇതുകൊണ്ടുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നു, അങ്ങനെ നമ്മളിങ്ങനെ ശ്രേഷ്ഠന്മാരായി മാറുന്നു. നമ്മുടെ ഇന്നത്തുള്ള ശുശ്രൂഷയിലൊക്കെ ചിലർ ചിന്തിക്കുന്ന പോലെ. കാരണം കുറേ നാളൊക്കെ ഇങ്ങനെ ഞാൻ പറങ്ങാണ്ടിയും പെറുക്കിക്കൊണ്ട് നടക്കും, പിന്നെ കുറച്ച് കഴിയുമ്പം ദൈവം എന്നെ അങ്ങ് അനുഗ്രഹിക്കും, അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ കൊണ്ടുപോകും, അവിടുന്ന് ഡോളറും പൗണ്ടും യൂറോയും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ വലിയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കി ദൈവം അങ്ങനെ എന്നെ അനുഗ്രഹിക്കും എന്നുള്ള ധാരണയിൽ നടക്കുന്ന എത്രയോ ശുശ്രൂഷകന്മാരും ബൈബിൾ സ്കൂൾ കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ള കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ശുശ്രൂഷയുടെ കാഴ്ചപ്പാട് അതല്ല. അത് ആദ്യം മുതൽ അവസാനം വരെ ക്രൂശിൻ്റെ നിഴലില്ല ഈ ശുശ്രൂഷ. അല്ലാതെ കുറച്ച് നാൾ ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ നടക്കും, പിന്നെ അങ്ങ് അനുഗ്രഹിച്ച് വലിയ പ്രസ്ഥാനമാക്കി മാറ്റും, വലിയ ഒരാളായിട്ട് തീരുമെന്നുള്ള അതൊക്കെ ആരെങ്കിലും ശുശ്രൂഷയെ പറ്റി റിയലിസ്റ്റിക് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിനെ അത് മാതൃകയായിട്ട് എടുത്താൽ മതി. അപ്പോസ്തലനായ പൗലോസിനെയും പത്രോസിനെയും ഒക്കെ നമ്മൾ മാതൃകയായിട്ട് എടുത്താൽ മതി. ഇന്ന് കാണുന്ന ഉപദേശിമാരെയും പാസ്റ്റർമാരെയും സെൻട്രൽ പാസ്റ്റർമാരെയും ഒന്നും മാതൃകയാക്കി വെക്കരുതേ എന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുക. അതല്ല ശുശ്രൂഷയുടെ മാതൃക. അങ്ങനെ ആകാനാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ കർത്താവിൻ്റെ മാതൃകയിൽ നമ്മൾ തെറ്റിപ്പോയി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ കർത്താവിൻ്റെ മാതൃക? കർത്താവ് ഇവിടെ പറയുകയാണ്, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ, ലാസറിൻ്റെ അവിടെ നമുക്ക് കാണാം, ഉള്ള ജീവനെ ഇങ്ങനെ ഊതി കത്തിക്കുന്ന പരിപാടിയല്ല. കർത്താവിൻ്റെ പാറ്റേൺ ഓഫ് മിനിസ്ട്രി എന്ന് പറയുന്നത് റിസറക്ഷനാണ്, അത് പുനരുത്ഥാനമാണ്. അല്ലാതെ ഉള്ളതിനെ എങ്ങനെയെങ്കിലും അങ്ങ് കെട്ടുപോകാതെ പൊത്തിപ്പിടിച്ച് ഒക്കെ അങ്ങ് പോകുന്ന ഒരു അനുഭവമല്ല. മാനുഷികമായ കഴിവുകളൊക്കെ ഒന്നും കൂടെ നമ്മുടെ ഈ ധ്യാനത്തിലൊക്കെ പറയുന്ന പോലെ നമ്മളിൽ തന്നെ ദൈവമുണ്ട്, അതിനിങ്ങനെ ഊതി ഊതി കത്തിക്കുന്ന ഒരു മാനുഷികമായിട്ടുള്ള എഫർട്ട് അല്ല. എന്നാൽ ദൈവീകമാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താലും നമ്മുടെ സാധ്യതകളെല്ലാം ഇല്ലാതായി തീർന്നാലും ആ സാധ്യതകളിൽ നിന്ന് പുതിയ വഴികൾ തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതാ പുനരുത്ഥാനത്തിൻ്റെ ശൈലി, അതാ പുനരുത്ഥാനത്തിൻ്റെ ദൈവം. എനിക്ക് ദൈവവചനത്തിൽ വളരെ ഇഷ്ടപ്പെട്ട ഭാഗമായി 84-ാം സങ്കീർത്തനം. വളരെ ബലഹീനരായിട്ടുള്ള കുരികിലും മീവലും ഒരു കൂട് കണ്ടെത്തിയിരിക്കുന്നു, അത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നിന്റെ യാഗപീഠങ്ങളെ തന്നെ എന്ന് ഭക്തൻ അവിടെ പറയുമ്പോൾ നമുക്കറിയാം ഈ യാഗപീഠത്തെ കൂട് കണ്ടെത്തുന്നത് ആരാ? കാരണം ഏത് വ്യക്തിയെയും പേടിപ്പിക്കത്തക്കവണ്ണം ഉള്ള ചില കാര്യങ്ങളാണ് ഈ യാഗപീഠത്തിന്മേൽ നടക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ബുദ്ധിയുള്ളവന്, ദൈവിക കാഴ്ചപ്പാട് ലഭിച്ചവന് മനസ്സിലാകും, കർത്താവെ എനിക്കുള്ള ഈ ലോകത്തിലുള്ള ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് കർത്താവ് നിന്റെ യാഗപീഠങ്ങളാണ്, അല്ലാതെ വേറെങ്ങും അല്ല. കാരണം എൻ്റെ മാനുഷികമായ സാധ്യതകളെല്ലാം തീർന്നിട്ട് ദൈവികമായിട്ടുള്ള സാധ്യതകൾ തുറക്കപ്പെടുന്നത് ഈ യാഗപീഠത്തിൽ നിന്ന്. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. എന്തുമാത്രമാണ് ആ സങ്കീർത്തനം പറയുന്നത്. അത് പുതിയ സാധ്യത, കണ്ണുനീർ താഴ്വരയിൽ കൊടുക്കുമ്പോൾ അവർ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു.
പ്രിയപ്പെട്ടവർ, എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം അവിടെ വായിക്കുന്നതാണ്, നമുക്ക് ശുശ്രൂഷിച്ചു പോരുന്നവന് അഹോവൃത്തി കഴിപ്പാൻ പാടില്ലാത്ത ഒരു യാഗപീഠമുണ്ട്. നമുക്കറിയാമല്ലോ, സാധാരണഗതിയിൽ ഒരു പുരോഹിതനോ കടന്നു വരുമ്പം അവന് പ്രത്യേകിച്ച് ഇസ്രായേലിൽ അവകാശമില്ല. അവൻ്റെ അവകാശം എന്ന് പറയുന്നത് ഈ യാഗപീഠമാണ്. ഈ യാഗപീഠത്തിൽ അർപ്പിക്കുന്നതും ഈ മനുഷ്യർ പാപപരിഹാരത്തിനായിട്ട് കൊണ്ടുവരുന്നതും അതുപോലുള്ള മറ്റ് ചില വഴിപാടുകളും യാഗവും ഒക്കെ അത് അർപ്പിച്ചതിന് ശേഷം അതിന് ബാക്കിയുള്ള കാര്യം പുരോഹിതന് അത് ഉപയുക്തമായിട്ട് തീരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം അവൻ്റെ നിലനിൽപ്പ് ഈ യാഗപീഠത്തെ ആശ്രയിച്ചിട്ടാണ്. ഹോശയ്യ പറയുന്നത്, പാപപരിഹാരത്തിനായിട്ട് അനേക യാഗപീഠങ്ങൾ ഉണ്ടാക്കി, ഈ യാഗപീഠങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ ജനം മലിനമായിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പാപപരിഹാരത്തിന് ഒത്തിരി യാഗപീഠങ്ങൾ ഉണ്ടാക്കി. ഇസ്രായേലിനെ പറ്റി പറയുന്ന കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമുക്ക് ശുശ്രൂഷിച്ച് നിൽക്കുന്നവന് അഹോവൃത്തി കഴിപ്പാൻ കഴിയാതില്ലാത്ത, അതിന് വകുപ്പില്ലാത്ത, മുഴുവനായിട്ട് ആ മൃഗത്തെ ചുട്ടുകളയുന്ന, അതിൽ ഒരു തരിമ്പ് പോലും പുരോഹിതൻ എടുക്കാൻ കഴിയാത്ത ടൈപ്പ് ഓഫ് യാഗപീഠമാണ് നമ്മുടെ പുതിയ നിയമത്തിൻ്റെ യാഗപീഠം. ഈ യാഗപീഠത്തിലേക്ക് കടന്നു വരുമ്പം നിലനിൽപ്പിനുള്ള അവസാനത്തെ സാധ്യതയും അസ്തമിച്ചിട്ട് ദൈവസന്നിധിയിൽ ആ യാഗപീഠത്തിന് അപ്പുറത്തേക്ക്, ക്രൂശിനപ്പുറത്തേക്ക് നമ്മുടെ നിലനിൽപ്പും നമ്മുടെ സാധ്യതകളും ഉള്ളത്. നമ്മുടെ മാനുഷികമായ കഴിവുകൾ വെച്ച് നിലനിന്ന് പോകാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. കർത്താവേ, എൻ്റെ മാനുഷികമായ കഴിവുകളെല്ലാം ഇവിടെ അസ്തമിച്ചിട്ട് എനിക്ക് വേണ്ടി പുതിയൊരു ജീവനുള്ള വഴിയാണ് അവിടെ തുറക്കുന്നത്. കർത്താവേ, മാനുഷികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ മരിച്ചിട്ട്, ഇവിടെ അസ്തമിച്ചിട്ട്, കർത്താവേ, പുനരുത്ഥാനമാണ് അവിടുത്തെ ശൈലി, പുനരുത്ഥാനമാണ് അവിടുത്തെ രീതി. അത് ലാസറിന്റെ കാര്യത്തിൽ കർത്താവ് അത് പ്രൂവ് ചെയ്തു. ഇവിടെ തുടർന്ന് നമ്മൾ വായിക്കുന്നത്, കർത്താവ് തൻ്റെ സ്വന്തം ജീവിതത്തെ പറ്റി പറയുക. ഈ മണി ഇങ്ങനെ മരിക്കരുതേ എന്ന് വെച്ച് ഇതിനെ കൊണ്ട് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ സ്വിസ് ബാങ്കിലോ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന അനുഭവമൊന്നുമല്ല. ഈ മണി മരിക്കണം, ഈ മണി തകരണം. ഈ ക്രിസ്തുവിൻ്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെടേണ്ടതിന് അവൻ്റെ മരണം ഞങ്ങൾ ഓരോ നിമിഷവും എൻ്റെ ശരീരത്തിൽ വഹിക്കണം. ഇത് മരിക്കണം. ഈ മാനുഷികമായ കഴിവ് വെച്ചും സാധ്യതകൾ വെച്ചും അല്ല പോകുന്നത്. ദൈവം തുറന്നു തരുന്ന വഴിയിലൂടെയും ദൈവം തുറക്കുന്ന സാധ്യതയിലൂടെയുമാണ് കർത്താവിൻ്റെ ശുശ്രൂഷ പോകേണ്ടത്. ഞാനിവിടെ മരിക്കാതെ നിന്ന് ഇനിയും കുറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിച്ച് ഈ ലോകത്തിൽ കുറെ പേരെ കൂടെ കൂട്ടാനല്ല ആഗ്രഹിക്കുന്നത്. ആ പാപത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഒരു കോതമ്പ് മണി പോലെ നിലത്ത് വീണ് ചത്ത്, അതിനെ തുടർന്ന് അതിൽ നിന്ന് അനേക ഫലങ്ങൾ കൊയ്യുന്ന ഒരു അനുഭവത്തിലേക്കാണ് എൻ്റെ ശുശ്രൂഷ കടന്നു വരുന്നത്. അല്ലാതെ ഞാൻ എന്നെ തന്നെ കാണാനായിട്ടും മാനുഷികമായിട്ട് എൻ്റെ പ്രശസ്തി വർദ്ധിക്കുന്നതിലുമല്ല. സത്യത്തിൽ ഉൾക്കൊള്ളേണ്ടത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന കർത്താവിനെയാണ്. ആ കർത്താവാണ് നമ്മുടെ രക്ഷയുടെ നായകൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ നമുക്ക് ഈ മാനുഷികമായിട്ടുള്ള സാധ്യതകളെ പിടിച്ചു വെച്ചുകൊണ്ട് പോകുന്നെങ്കിൽ അത് എപ്പോഴേ തീരും. ഞാനും ബിജോ ബ്രദറും ഒരുമിച്ച് പണ്ട് ജീവിക്കുന്ന ഒരു സമയത്തുള്ള ഒരു കാര്യം ഞങ്ങൾ എപ്പോഴും ഓർക്കും. എവിടുന്നെങ്കിലും ഒരു സ്വോത്രകാഴ്ച കിട്ടും, അതിങ്ങനെ സൂക്ഷിച്ച് ചിലവാക്കിക്കൊണ്ടിരിക്കും. അവസാനത്തെ ഇതും കൂടെ ഇതാക്കി കഴിയുമ്പോൾ അന്നേരം ടെൻഷനാണ്. കർത്താവ് ഇത് കൂടെ ചിലവാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും, എങ്ങനെ പെട്രോൾ അടിക്കും, എങ്ങനെ പോകും? എന്നാൽ ഈ ടെൻഷനൊക്കെ മാറും എപ്പോഴാണെന്നറിയാം, അവസാനത്തെ പൈസ കൂടെ ചിലവാക്കി കഴിയുമ്പം ഈ ടെൻഷൻ എല്ലാം മാറി അങ്ങ് ഫ്രീ ആവും. അപ്പം ഞങ്ങൾ പരസ്പരം നോക്കി ചിരിക്കും. ഇപ്പോഴാണല്ലോ ശരിക്കും സന്തോഷം വന്ന്, എല്ലാം തീർന്നപ്പം. അതെ, എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു സന്തോഷം ഇങ്ങ് വന്നു. കാരണം ഇനി ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ടല്ലോ. അപ്പം മാത്രമല്ല, ദൈവം അത്ഭുതകരമായിട്ട് വഴികളെ ഒരുക്കുന്ന പല അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുമുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മൾ ഇത് പോകരുത്, ഈ നഷ്ടപ്പെട്ടു പോകരുത്, മാനുഷികമായിട്ടുള്ള സാധ്യതകൾ ഇല്ലാതാകരുത്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും എന്നൊക്കെ ഭാരപ്പെട്ടിരിക്കുകയല്ല. ഈ ഉള്ള ജീവനെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു സൂത്രപ്പണി കൊണ്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനല്ല. ഈ കോതമ്പ് മണിയും ഈ സാധ്യതകളും എല്ലാം ഒരു നിലത്ത് വീണ് ചത്തിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മരിച്ചിട്ട് കർത്താവ് മരിച്ചു, നമ്മൾ മരിച്ചിട്ട് എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു സീറോയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ട്, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും മിടുക്കനായിരുന്നായിരിക്കാം ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ള ഒരു നിലയിലേക്ക് നമ്മൾ താണു വന്നിട്ട്, കർത്താവ് അവിടുന്നാണ് നമ്മൾ ഉയർത്തേണ്ടത്, നമ്മുടെ ശുശ്രൂഷയെ ഉയർത്തേണ്ടത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിലാണ് നമ്മൾ സ്കോപ്പുള്ളത്, ഉയർത്തെഴുന്നേൽക്കാത്ത കർത്താവിലല്ല നമ്മൾ ആശ്രയിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് പലയിടത്തും പല നിലകളിലുള്ള ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ കർത്താവ് ഈ പറഞ്ഞത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യമായിട്ട് നമുക്ക് എടുക്കാം. കാരണം കർത്താവോടെ പറഞ്ഞ കാര്യം നമുക്ക് കാണാൻ നമുക്ക് മനസ്സിലാകുന്നത്, കോതമ്പ് വള്ളി നിലത്ത് വീണ് ചത്തില്ല എങ്കിൽ അത് താനേ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും എന്ന് കർത്താവ് പറയുകയും, തുടർന്ന് നമുക്ക് ഓൾറെഡി ഇവിടെ വിവരിക്കപ്പെട്ട കാര്യം നമുക്കറിയാം. എനിക്ക് ശുശ്രൂഷ തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അപ്പം ഇത് തന്നെ കർത്താവ് മറ്റു പല ഭാഗങ്ങളിൽ പറഞ്ഞത് നമുക്കറിയാം. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവനെ പകച്ചും കൊണ്ട് നിത്യജീവനായിട്ട് നമ്മുടെ ജീവനെ സൂക്ഷിക്കാനും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരം നമുക്കിന്ന് മരിക്കാനായിട്ടും അവൻ്റെ മരണം മുഖാന്തരം അവനോട് കൂടെ മരിച്ചവനായിട്ട് എണ്ണാനായിട്ടും ഉള്ള ഒരു പ്രൊവിഷൻ നമുക്ക് കർത്താവിൽ നമുക്കുണ്ട്. പൗലോസ് അങ്ങനെ ഒരു ജീവിതമാണ് ജീവിച്ചത്. ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒന്നിലധികം പ്രാവശ്യം വചനത്തിൽ പൗലോസ് പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് കഴിയും. മാത്രമല്ല, വളരെ നിർണായകമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള നിലയിൽ വളരെ കലങ്ങിയിരിക്കുന്ന ഒരു നിലയിലേക്ക് കർത്താവ് കടന്നു വന്നിട്ട് പറയുന്ന വാക്കുകളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പിതാവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്നൊരു ശബ്ദമുണ്ടായി. അതിനെപ്പറ്റി കർത്താവ് തുടർന്ന് പറയുന്നത്, അത് എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തം, നിങ്ങൾക്കാണ് ഒരു അടയാളമായിട്ട്, സ്വർഗത്തിൽ നിന്നൊക്കെയുള്ള അടയാളമൊക്കെ ചോദിച്ചുകൊണ്ട് നടന്നതാണല്ലോ, ഇതാ ഇപ്പം നിങ്ങൾക്കൊരു അടയാളം ലഭിച്ചിരിക്കുക ഈ സമയത്ത്. ഇത് നിങ്ങളൊക്കെ വിശ്വസിക്കേണ്ടതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ അടയാളം ലഭിച്ചിരിക്കുന്നത് എന്ന് അവരോട് പറയുന്നതായിട്ട് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം, ദൈവങ്ങളിൽ ഏൽപ്പിക്കാം. ഈ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആ രഹസ്യം അത് മാനുഷികമായിട്ടുള്ള സാധ്യതകളെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതിലല്ല, ദൈവികമായ മനുഷ്യൻ്റെ സാധ്യതകൾ ഇല്ലാതാകുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ കരം വെളിപ്പെടുകയും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുകയും ദൈവികമായ വഴികൾ വെളിപ്പെടുകയും ചെയ്യുന്ന നിലയിലാണ് കർത്താവ് കാര്യങ്ങളെ കണ്ടത്. അങ്ങനെ തന്നെ നമുക്കും കാണാം. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ.